ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വയനാട് ജില്ലയിലെ കർലാട് ലേക്ക് വിസിറ്റ് ചെയ്യാൻ പോയ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞങ്ങൾ ബാണാസുര ഡാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പം അതിന് ഒരു 2-3 കിലോമീറ്റർ അടുത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു കർലാട് ലേക്ക് ഉള്ളത്. അപ്പം അവിടെ കൂടെ കാണാൻ വേണ്ടി കയറി. ഒരു നമ്മൾ പൂക്കോട് ലേക്ക് പോകുന്ന അതേ എക്സ്പീരിയൻസ്, അതേ കാര്യങ്ങൾ തന്നെയാണ് കാണേണ്ടത്. ഹന്നായി പോകുന്നുണ്ട്. എവിടെയാ? പാർക്കില്ല. ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയ പാർക്കുണ്ട്. ഇത് തന്നെ, ഈ കാണിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയേ. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പാർക്ക് പോലെ. പിന്നെ നമുക്ക് ഒരു എൻട്രി ഫീസ് വരുന്നത് 12 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഒട്ടുമില്ല. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 50 രൂപയും, സീനിയർ സിറ്റിസൺസിന് 20 രൂപയും, 50-ഓ 30-ഓ ഇതിലേതൊരു എമൗണ്ടാണ് വരുന്നത്. നമുക്കിനി പിന്നെ പോവാം കേട്ടോ. അങ്ങനെ ഫാമിലിയും ഫ്രണ്ട്സും കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറച്ച് നേരം സംസാരിക്കാനും അങ്ങനെയൊക്കെ പറ്റി. കുറേ നേരം ഇരുന്ന് നമുക്ക് നല്ലൊരു നേച്ചർ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് പൂക്കോട് നമുക്ക് കുറച്ച് മൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റും. ആമയും മീനും അങ്ങനെ കുറച്ച് പുറമെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഈ വലിയൊരു വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഷെഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വെള്ളമൊന്നും കിട്ടുന്നില്ല. പിന്നെ ലേക്കിൻ്റെ ഒരു സൈഡിലാണ് ഈ പറച്ചുള്ളത്. ലേക്കിലോട്ട് ഇറങ്ങുന്ന ഒരു നല്ല ഫോട്ടോഷൂട്ട് ഏരിയ ഉണ്ട്. നല്ല ചെടികളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഓരോ സമയത്ത് ഓരോ സീസണിലുണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ നടുന്നുണ്ട് അവർ. പിന്നെ ചീരയും കാര്യങ്ങളും. ഇവിടെയും കയറി വരുന്നിടത്തും ഒരു ചെറിയ പാർക്ക് പോലെ നമുക്ക് കായലിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന്, കായലല്ലല്ലോ ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകത്തിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് ഊഞ്ഞാലാടാനൊക്കെ പറ്റുന്ന മാതിരി. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ബോട്ട് സർവീസുകളുണ്ട്. അതിൻ്റെ എമൗണ്ട് എത്രയോ കാര്യങ്ങൾ ഞങ്ങളത് ചെയ്തില്ല, കാരണം ചെറിയ കുട്ടികൾ ഞങ്ങളെ കൂടെ ഉണ്ട്. ചിറ്റിക്കുട്ടനൊക്കെ ആണെങ്കിൽ പെടച്ച് കളിക്കുക. അപ്പോൾ നമുക്ക് പേടി. അവനെ അറ്റത്ത് തന്നെ പിടിച്ച് നിർത്തിയായിരുന്നു. കുറച്ച് നേരം നിലത്തോടും പിന്നെ എടുക്കും. അങ്ങനെ പിള്ളേരിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവരുടെ ജീവനും നമ്മൾ നോക്കണമല്ലോ. വെള്ളം ഇത്ര അടുത്ത് കാണുമ്പോൾ ഉള്ളൊരു പേടി. പിന്നെ നിറയെ ലോട്ടസ് ഉണ്ടായിരുന്നു അവിടെ. വെള്ളയും വയലറ്റും കളറിലുള്ള ആമ്പലായിരിക്കില്ലേ, താമരയല്ല, ആമ്പൽ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഫോട്ടോ എടുക്കാം. ആ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഇരിക്കാം. അതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പൂക്കോട് നമുക്ക് ആ ലേക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഇവിടെ അത്രയ്ക്കൊന്നുമില്ല, ഒരു ചെറിയ സെറ്റപ്പ്. എന്തായാലും പോയ ഞങ്ങളെല്ലാവരും പല ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. താല്പര്യമുള്ളവർ വിസിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.